പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ യേശുനാഥൻ്റെ പെസഹ ദിവസങ്ങളും കുരിശുമരണത്തിൻ്റെ യാഗങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇന്ന് 2-ാം ദിവസമാണ്. ഇന്നലെ നമ്മൾ കണ്ടു യേശുനാഥന് പെസഹ ഒരുക്കുന്നു. 12 ശിഷ്യന്മാരും വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് പെസഹ ഒരുക്കേണ്ടത് എവിടെയാണ്? അപ്പോൾ യൂദാസിന് നല്ല ഒരു ഐഡിയ കിട്ടി, ഈ സമയം യേശുവിനെ ഒറ്റിക്കൊടുക്കാം. അങ്ങനെ അവർ ശിഷ്യന്മാരെല്ലാം പെസഹ സഹീയോൻ മാളികയിൽ ഒരുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ യേശുനാഥൻ കുർബാന സ്ഥാപിക്കുന്നുണ്ട്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട്, ഇതെൻ്റെ ശരീരമാണ്, കാസ എടുത്തുകൊണ്ട് ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നു. കുർബാന ഒരുക്കിയാണ് അവിടെ യേശുനാഥൻ. അപ്പം യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ അവൻ തയ്യാറെടുക്കുകയാണ് അവിടെ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലാണ്. ഈ വചനത്തിൽ യേശുനാഥൻ പറയുന്നു, ഞാൻ അപ്പക്കഷ്ണം ആർക്ക് മുക്കിക്കൊടുക്കുന്നുവോ അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇന്നലെ കുർബാന സ്ഥാപിച്ചതാണ് നമ്മൾ കണ്ടത് സഹീയോൻ മാളികയിൽ. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അപ്പക്കഷ്ണം ഞാൻ മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യേശുനാഥൻ അപ്പക്കഷ്ണം അവൻ്റെ തിരുരക്തമായ കാസയിൽ മുക്കി യൂദാസിന് കൊടുത്തു. യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക. അവൻ ആ സഹീയോൻ മാളികയിൽ നിന്ന് ഓടി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പതിനെ ശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പേ യേശു അറിഞ്ഞു. പെസഹ തിരുനാളിന് മുമ്പേ തന്നെ യേശുവിനെ അറിയാമായിരുന്നു. എന്താണ്? ഈ പെസഹ ഞാൻ ഭക്ഷിക്കില്ല, ഞാൻ ഈ ഭൂമി വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. യേശു അറിഞ്ഞിരുന്നതല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. യേശു അറിഞ്ഞിരുന്നു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉള്ളവരെ അവൻ സ്നേഹിച്ചു. അത്രമാത്രം യേശുനാഥൻ മനുഷ്യ മക്കളെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. ഉണ്ടാവും എല്ലാവരെയും സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. 1-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് കേട്ടോ. യേശു അവനെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. 2-ാം വാക്യം. അത്താഴ സമയത്ത് പിശാച് സീമോന്റെ പുത്രനായ യൂദാസ്കറിയയുടെ അടുത്ത് മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. ഹല്ലേലൂയ. അതാണ് അവൻ എവിടെ വെച്ചാണ് നമുക്ക് ഒറ്റിക്കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഇതും കൂടി അവൻ തിരഞ്ഞെടുത്തിരിക്കണം. അപ്പോൾ അവന് നല്ല ഇതായി. പെസഹ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് യേശുവിൻ്റെ ഈ ലോകം വിട്ടു പോകുന്നുള്ളത് ശിഷ്യന്മാരെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവൻ ഓർത്തിരുന്നുണ്ട്. അപ്പോൾ അവനറിയാം യേശു എവിടെയാണ് ഉള്ളതെന്ന്. ഈ പെസഹ ഭക്ഷിച്ച് കഴിഞ്ഞാൽ ശിഷ്യന്മാർ
പിന്നെ യേശു നേരെ പോകുന്നത് ഗത്സമനിൻ തോട്ടത്തിലായിരിക്കുമെന്ന് അവൻ നന്നായിട്ട് അറിയാമായിരുന്നു. യേശു പ്രാർത്ഥിക്കാൻ പോകുന്ന ആ സ്ഥലം യൂദാസ് കറിയായിക്ക് അറിയാമായിരുന്നു. ഹല്ലേലൂയ. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്നും വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. യേശു വന്നതും തിരിച്ചു പോകുന്നതും പിതാവിൻ്റെ അടുക്കിലേക്കാണെന്ന് യേശു അറിഞ്ഞു. ഹല്ലേലൂയ. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്താഴത്തിനിടയിൽ, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. കഴുകാനും തുടങ്ങി. എന്നാലോചിച്ച് നോക്കിയേ, ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകേണ്ട എന്തൊരു വലിയ സ്നേഹമാണല്ലേ. ഒരു ദൈവമാണ് മനുഷ്യ മക്കളുടെ പാദങ്ങൾ കഴുകണത്. മനുഷ്യൻ കഴുകേണ്ട സ്ഥാനത്ത് ദൈവം മനുഷ്യനെ കഴുകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആദം ഹവ്വ പാപം ചെയ്ത് ഒളിച്ചിരുന്നപ്പോൾ ദൈവമായ കർത്താവ് അവരെ തേടി വരികയാണ്. ആദം നീ എവിടെയാണ്? ആദം നീ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ദൈവം ഇങ്ങോട്ട് അന്വേഷിച്ചു. ഇപ്പോഴോ അങ്ങോട്ട് നമ്മൾ അന്വേഷിച്ച് ചെന്നിട്ടും നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണാനേ പറ്റുന്നില്ല. അകന്നുപോയി. ഈ ലോകദേവൻ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ തേടിപ്പോകുന്നു, ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ആ കാലത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ തേടി വന്നു. എന്നാൽ അവൻ ഒളിഞ്ഞിരുന്നു, മനുഷ്യൻ ഒളിഞ്ഞിരുന്നു. ദൈവം അന്വേഷിച്ചു വരെയും പേര് ചൊല്ലി വിളിക്കുന്നു, ആദം നീ എവിടെയാണ്? ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ലോകം മുഴുവനും ഓടിയിട്ടും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 5-ാം വാക്യം. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാലകൾ കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. കാലുകൾ യേശുനാഥൻ മുട്ടുകുത്തി ഇരുന്ന് ഒരു പാത്രത്തിൽ അവൻ്റെ കാലെടുത്ത് വെച്ചിട്ട് കഴുകുകയും എന്നിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് ആ പാദത്തിൽ യേശുനാഥൻ ചുംബിക്കും. ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ദൈവം ഒരു മനുഷ്യന് മുമ്പിൽ ഇത്രയേറെ ചെറുതാകും. അതൊരു പാട്ട് തന്നെയുണ്ടല്ലേ. നമ്മുടെ ദൈവമായ കർത്താവ് ചെറുതാകേണ്ടത് നടക്കുന്നത്, നമ്മളാണ് വലുതായിട്ട് നടക്കുന്നത്. കർത്താവ് ചെറുതാകേണ്ടത് നമ്മളെ മുമ്പിൽ. അത് അവൻ്റെ സ്നേഹം കൊണ്ട് കാണിക്കുന്നത് കൊണ്ടാണ്. അത്രയേറെ സ്നേഹിക്കുന്നു. ഒന്ന്. രണ്ടാമത് എന്താണ്? ഈ കഴുകുന്ന സ്നേഹം നിങ്ങളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കഴുകുന്നത് പോലെ നിങ്ങളും പരസ്പരം കഴുകുകയും. ദേഷ്യത്തിലും വെറുപ്പിലും വൈരാഗ്യത്തിലും നീ നടക്കുമ്പോൾ ആ ഭൂമി കുലുങ്ങുന്നുണ്ട്, നമ്മളതറിയില്ല. പാപം മൂലം നമ്മൾ ചവിട്ടുന്ന ഭൂമി കുലുങ്ങിയാണ്. കർത്താവിൻ്റെ മാതൃക നോക്കി കഴുകുക. യേശുവിടെ പറയുന്നുണ്ടത്. അവൻ ശിമോൻ പത്രോസിൻ്റെ അടുത്തെത്തി. കാൽ കഴുകി ഇങ്ങനെ വരെയാണ് 12 ശിഷ്യന്മാരുടെ. അവിടെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? പത്രോസ് അവനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ കാൽ കഴുകുകയോ? കഴുകാനേ പാടില്ല. ഈ പത്രോസ് ആരാണ്? യേശുനാഥൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. എന്നാൽ അവനോ
3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയും, യഹൂദന്മാരെ ഭയന്ന്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇപ്പോൾ അറിയുകയില്ല, എന്നാൽ നീ അറിയും. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് നീ അറിയും. യേശു പറയുന്നു, എന്നാൽ പിന്നീട് നീ അറിയും. 7-ാം വാക്യത്തിൽ 8-ാം വാക്യം പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. കുരുവനോട് പത്രോസ് പറയുന്നു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകാൻ ഞാൻ യോഗ്യനേ അല്ല, നീ എന്നെ കഴുകരുതെന്ന് പറയും. ഉടനെ യേശു പറയണ ഒരു വാക്കാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യേശുവിൻ്റെ വാക്ക് നോക്കിയേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. നമ്മളിത് ചിന്തിക്കണം. കർത്താവ് പറയണണ്ട, നമ്മൾ കണ്ണീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകണം. അവൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നമ്മുടെ കണ്ണീര് കൊണ്ട് യേശുനാഥൻ്റെ പാദം കഴുകണം. അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് ദൈവമായ കർത്താവ് അന്വേഷിച്ച് വന്നു മനുഷ്യൻ്റെ പാദം കഴുകി പേര് ചൊല്ലി വിളിച്ചിരുന്നു, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ഇന്ന് നമ്മൾ തേടിപ്പോയിട്ട് കാണാതെ വരുമ്പോൾ നമ്മുടെ കണ്ണീര് കൊണ്ട് യേശുനാഥൻ്റെ പാദം കഴുകിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കൊണ്ട് അവൻ്റെ പാദം തുടയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഒരു പക്ഷേ നമ്മളെ തിരിഞ്ഞു നോക്കുകയുള്ളൂ. കാരണം അത്രയേറെ പാപക്കുഴിയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അറിയുന്നില്ല, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ നുണയും നുണയുടെ ആത്മാവിനെയൊക്കെ കൂട്ടുകൂട്ടി നടക്കുമ്പോൾ നമ്മൾ അറിയില്ല നമ്മൾ ചെയ്യുന്ന പാപം എന്ത്. അതാണ് കർത്താവ് 3 കാരിരുമ്പാണികളിൽ കിടന്നുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന ഏതായിരുന്നു? ആദ്യത്തെ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവാണ് കാൽവരി ക്രൂശിൽ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സീമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. പത്രോസ് പറയും, നീ എൻ്റെ പാദം മാത്രം കഴിയാൻ പോരല്ല, എന്നോടുകൂടി എനിക്ക് പങ്കില്ലെന്ന് പറയുന്നുണ്ടല്ലോ, എന്നാൽ നീ എൻ്റെ ശിരസ്സും കൈയും ശരീരം മുഴുവനും കഴുകുക. ഉടനെ യേശു പറയുന്ന ഒരു മറുപടിയുണ്ട്. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രം കഴുകേണ്ടതുള്ളൂ, കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. എന്താണ് കുളി? നമ്മൾ വെള്ളം കോരി മേത്തൊഴിച്ച് സോപ്പിട്ട് കുളിക്കുന്ന കുളിയല്ല. പാപം കഴുകിക്കളയണം. പാപം ഉള്ളിടത്തേക്ക് കർത്താവിന് വരാൻ സാധ്യതയില്ല. പാപം നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളത് കഴുകിക്കളയണം, കുളിച്ച് കഴുകിക്കളയണം. അതെവിടെ സാധിക്കാം? ദേവാലയത്തിൽ, കുമ്പസാരക്കൂട്ടിൽ. അവിടെ ദൈവമായ കർത്താവ് നമ്മളെ കഴുകും. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ ഇന്നും കുമ്പസാരക്കൂട്ടിൽ വിശുദ്ധിയോടെയുള്ള കുമ്പസാരത്തിലൂടെ അവൻ നമ്മളെ കഴുകും, വിശുദ്ധീകരിക്കും. എന്നിട്ട് യേശു പറയും, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വാക്കിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. അപ്പോൾ മാത്രമേ യേശുനാഥൻ നമ്മളെ കഴുകുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശു ആരാധന. അവൻ
മുഴുവനും നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. എന്നാൽ എല്ലാവരുമല്ല. നിങ്ങളുടെ ശരീരം മുഴുവനും കുളി കഴിഞ്ഞവൻ്റെ ശരീരം മുഴുവനും ശുദ്ധിയുള്ളവരാണ്. എന്നാൽ എല്ലാവരുമല്ല. അവിടെ ഇട്ട് യേശു ഒരാൾക്കൊരു പണി കൊടുക്കുന്നത് കണ്ട. എല്ലാവരുമല്ല. അവിടെ പ്രത്യേകം എഴുതി വച്ചിരിക്കുകയാണ് 13-ാം വാക്യത്തിൽ. എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. 12 ശിഷ്യന്മാരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുവിന് നന്നായിട്ടറിയാം. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തിരുന്നു അല്ലേ. അവൻ ഒരു പണത്തിന് വേണ്ടി ആരുടെ മുമ്പിലും മുമ്പിടുന്നവനാണ് യൂദാസ്. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. കാരണം 12 ശിഷ്യന്മാരുടെയും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. ഇത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും അവൻ പണം മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യേശുവിന് എല്ലാം അറിയാം. യേശു കണ്ണടച്ചു പോവുകയാണ്. അവൻ വിചാരിക്കുന്നത് ഞാനിത് കാണുന്നില്ല, ആരും അറിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇതെല്ലാം അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു. യൂദാസ് അത് മനസ്സിലാക്കിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇങ്ങനെ ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. യേശുനാഥൻ്റെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്ത് അവിടെ ഇരുന്നു. അവൻ കയറി കസേരമേലേക്ക് ഇരുന്നു. ക്ഷീണിച്ചു വന്നു. 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാന്ന് പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്. എഴുന്നേക്ക, മുട്ടുകുത്ത, കുമ്പിട, കഴുക. എഴുന്നേക്ക, മുട്ടുകുത്ത, കുമ്പിട, കഴുക. അങ്ങനെ 12 പേരുടെയും പാദങ്ങൾ കഴുകി വരുമ്പോൾ അല്പം ക്ഷീണിക്കും. അങ്ങനെ അവനവിടെ ഒരു കസേരയിൽ സിംഹാസനത്തിൽ കയറി ഇരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? യേശു ചോദിക്കുന്നു. അവർക്ക് ഉത്തരമില്ല. ഇവനെന്താണ് ഇങ്ങനെ ചെയ്യണതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്താണെന്നുള്ളത് അത് യേശുവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഹല്ലേലൂയ. കാരണം പലതുമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടുവല്ലേ, ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ശരീരവും രക്തവും അപ്പമായിട്ട് കൊടുക്കുകയാണ്. അപ്പവും വീഞ്ഞും രക്തമായിട്ട് കൊടുക്കുകയാണ് അവൻ്റെ ശരീരം. ഇപ്പോൾ ദാ പാദങ്ങൾ കഴുകി അവരെ കുമ്പിടിയാണ് കർത്താവ്. കുമ്പിട്ട് പാദം കഴുകി ചുംബിക്കുകയാണ്. കാരണം വീണ്ടും യേശുനാഥൻ ശരീരം രക്തം കൊടുത്താലും വീണ്ടും യേശുനാഥൻ ചെറുതാകുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. യേശു പറയുന്നു, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് നല്ലത് തന്നെ, നല്ല കാര്യമാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. അത് ശരി തന്നെ. യേശു പറയുന്നു, അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. യേശു പറയുന്നു, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ. 4-ാം വാക്യം. നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതാണ് സ്നേഹം. ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് ചില കുടുംബത്തിലൊക്കെ സഹോദരന്മാരൊക്കെ എന്തൊരു വെറുപ്പിലാണ് കഴിയണമെന്നറിയാം. ഉള്ളു മുഴുവൻ കയ്പാണ്, അംഗീകരിക്കാൻ പറ്റില്ല. ചേട്ടനെ അനിയനെ കണ്ടുവിടുക, അനിയനി ചേട്ടനെ കണ്ടുവിടുക, ചേച്ചിയെ അനിയത്തിക്ക് കണ്ടുവിടുക, അനിയത്തി ചേച്ചിക്ക് കണ്ടുവിടുക.
അവന് കുറച്ച് സമ്പത്തുണ്ട്, അസൂയ, ഇങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നത്. കയ്പ് നിറഞ്ഞ് കണ്ണ് ഇരുട്ടായി പോകുന്നു, വെളിച്ചമില്ലാത്ത രാത്രികൾ പോലെ എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് അറിയുന്നു. നമ്മളറിയുന്നില്ല, നമ്മളൊരിക്കലും അറിയുന്നില്ല. ഞാനൊരു കുടുംബത്തെ ഉറക്കെ 30 വർഷം വെറുപ്പായിരുന്നു ചേട്ടനോട്. അവസാനം ഒരാൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ ചേട്ടനെ ഓർത്ത് കരയാൻ തുടങ്ങി, കണ്ണീരൊഴുക്കാൻ തുടങ്ങി, കണ്ണീര് കൊണ്ട് ചേട്ടൻ്റെ പാദം കഴുകാൻ തുടങ്ങി. അതാണ് നമ്മുടെ കർത്താവ്. ഒരു കുടുംബത്തിലും വെറുപ്പോഴും ദേഷ്യോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നീ അനുഭവിക്കാണ്ട് ഈ ലോകം വിട്ടുപോകും. പ്രിയ സഹോദര സഹോദരി, തിരിച്ചറിയണം. കർത്താവിൻ്റെ കുർബാനയിൽ പങ്കെടുക്കുക, ആരാധനയിൽ പങ്കെടുക്കുക, ഉപസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാവങ്ങൾ പറയുക, അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക. വീട്ടിൽ വന്നു കഴിയുമ്പോൾ മുഖം കറുത്തിരിക്കുന്നു. കായലിനോട് ചോദിച്ചില്ലേ, നിന്റെ മുഖം എന്താണ് കറുത്തിരിക്കുന്നത്? അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ ഒരു രോഗമായിട്ട് മാറും. ഇന്നില്ലെങ്കിൽ നാളെ രോഗമായി കിടന്ന് ഈ ഭൂമി വിട്ടുപോകും. അവിടെ ക്ഷമിക്കാൻ തയ്യാറാണ്. കർത്താവ് കണ്ട 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്നവനെ കാല് കുമ്പിട്ട് കഴുകി ഏറ്റവും കൂടുതൽ ചുംബിച്ചത് അവൻ്റെ കാലായിരിക്കും, യുദാസിൻ്റെ കാലം. പത്രോസിനെക്കാളും കൂടുതൽ ഒരു ഉമ്മ കൂടെ കൊടുത്തത് യുദാസിൻ്റെ പാദത്തിലായിരിക്കും. ഹല്ലേലൂയ. അതാണ് ക്ഷമിക്കുന്ന ദൈവം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകി. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ഭൃത്യൻ ഒരിക്കലും വലിയവനല്ല, അവൻ ചെറുതായിരിക്കണം എപ്പോഴും. ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എന്നിട്ട് യേശു പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കും, എനിക്കെതിരെ കുതികാലുയർത്തും. എൻ്റെ അപ്പം ഭക്ഷിക്കുകയും എനിക്കെതിരെ കുതികാലുയർത്തുകയും ചെയ്യും. യേശുവിൻ്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്, കുരിശുമരണം. അതൊക്കൊണ്ട് യേശു പറയണേ, എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ആരെല്ലാം ഭക്ഷിക്കുന്നു, എനിക്കെതിരെ ആരെല്ലാം കുതികാൽ ഉയർത്തുമെന്നും എനിക്ക് നന്നായി അറിയാം. യേശു 5000 പുരുഷന്മാർക്ക് അപ്പം വിളമ്പി കൊടുത്തില്ലേ? അവരും യേശുവിനെ ക്രൂശിക്കുക, കല്ലെറിയുക, കുരിശിൽ തൂക്കി കൊല്ലുക എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ അപ്പം ഭക്ഷിച്ചവരാണ്. വേറൊരു സ്ഥലത്ത് 4000 പുരുഷന്മാർക്ക് അപ്പം കൊടുത്തു, അവരും പറയുന്നുണ്ട്. അതാണ് യേശു പറയേണ്ടത്, കുതികാൽ ഉയർത്തി, എനിക്കെതിരെ കുതികാൽ ഉയർത്തി. ഹല്ലേലൂയ എന്ന് പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ആണ് സംഭവിക്കുന്നതിനും. ഇതെല്ലാം സംഭവിക്കുമെന്നും യേശുവിന് തിരുവഴുത്തിലൂടെ യേശുവിനെ അറിയാം. ഇതെല്ലാം സംഭവിക്കണം. എന്താണെന്നറിയാം? അവനിൽ പാപമില്ല, അവനിൽ വെറുപ്പില്ല, അവനിൽ മറ്റൊരു വ്യക്തിയോട് ദേഷ്യമില്ല. അതുകൊണ്ടാണ് യേശു പാപങ്ങൾ കഴുകി അവൻ്റെ ശരീരവും രക്തവും അവന് കുതികാൽ ഉയർത്തിയവർക്കും കൊടുത്തു. നിങ്ങൾ ഭക്ഷിക്കുക, എന്നിട്ട് എന്നെ കല്ലെറിയുക, എന്നെ ക്രൂശിക്കാൻ നിങ്ങൾ വിളിച്ചു പറയുക. ഒക്കെ കർത്താവിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പിതാവായ ദൈവം പുത്രനെ നമുക്ക് അയച്ചു തന്നു. പുത്രനെ നമ്മൾ സ്വീകരിക്കണം. പുത്രനെ സ്വീകരിക്കുമ്പോൾ പിതാവ് നമ്മളെ സ്വീകരിക്കുന്നു. അതല്ല പുത്രനെതിരായിട്ട് നമുക്ക് പോവുകയാണെങ്കിലോ അത് പിതാവും നമുക്കെതിരായിട്ട് വരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്നെപ്പോലെ നിന്റെ സഹോദരൻ്റെയും കൈപാദങ്ങൾ കഴുകുക, അവിടെ സ്നേഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ഹൃദയം അസ്വസ്ഥമാകാൻ തുടങ്ങി. ഞാനീ പറഞ്ഞതൊക്കെ എന്തോ ശരിയാണോ തെറ്റായോ, ഇവരുടെ മനസ്സ് വേദനിപ്പിച്ചോ എന്നൊക്കെ യേശുനാഥന് ഒരു വേദനയായിട്ട് മാറി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. വീണ്ടും യേശു ഈ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. 12 ശിഷ്യന്മാർ വീണ്ടും ഉണ്ട് അവിടെ. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലതരായി, വളരെ സങ്കടപ്പെട്ടു. ഇതാരെ പറ്റിയാണ് ഇങ്ങനെ ദൈവം പറയുന്നത്? അവർക്ക് തമ്മിൽ ആർക്കും അറിയാൻ പാടില്ല. എന്നാൽ അതിനകത്ത് ഒരുത്തനുണ്ട്, കണ്ട, അത് യേശുവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അതിനകത്ത് 12 ശിഷ്യന്മാരിൽ ഒരുത്തനുണ്ട്, അവൻ എങ്ങനെയുള്ളവനാണെന്ന് യേശുനാഥന് മാത്രമേ അറിയാൻ പാടുള്ളൂ. മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും അറിയാൻ പാടില്ല. കാരണം അതാണ് അവരെല്ലാവരും ആകുലരായി വേദനിച്ചു. ആരെ പറ്റിയാണ് ഗുരു പറയുന്നത്? പരസ്പരം നോക്കി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ശിഷ്യന്മാരിൽ യേശു ഇരുന്ന ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു. മറ്റുള്ളവരോട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നത് ആരെയാണ്, എന്താണ്? നമ്മളും ചോദിക്കില്ല. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഇത് ആരാണ്, ആരെ പറ്റിയാണ്, അങ്ങനെ പറയില്ല. അതുപോലെ അവരും അവിടെ ആംഗ്യം കാണിച്ച് ചോദിച്ചു. ഹല്ലേലൂയ. അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു. യേശുവിനോട് ചേർന്നുകൊണ്ട് ശിഷ്യൻ ചോദിക്കുകയാണ്, ഇത് ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവർ ഗുരുവും കർത്താവും ഒക്കെ ആണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും യേശുവിനോട് മുട്ടി ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ യേശു ഇങ്ങനെ പറയുമ്പോൾ അത്ര ക്ലോസ് ബന്ധമാണ് അവർക്ക്, അത്ര സ്നേഹമാണ്. അപ്പോൾ ഒരുമിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, ആരെ പറ്റിയാണ്, എന്താണ്? കർത്താവ് ആരാണിത്? അവൻ പ്രതിഭജിച്ചു. കർത്താവെ, അവൻ ചോദിച്ചു. ആദ്യം ആംഗ്യം കൊണ്ട് കാണിച്ചു, എന്നിട്ട് അവൻ ചോദിച്ചു, കർത്താവെ ആരാണിത്? അവൻ പ്രതിപദിച്ചു. അപ്പക്കഷ്ണം മുക്കി. ഉണ്ടാവും ഇന്നലെ നമ്മൾ കണ്ട്, അപ്പക്കഷ്ണം ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് വിളമ്പിയിട്ട് ശരീരം ആണെന്ന് പറഞ്ഞു. രണ്ടാമത് കാസയെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ പുതിയ ഉടമ്പടിയിലെ രക്തമാണ്. അവിടെ കുർബാന സ്ഥാപിക്കേണ്ട യേശുനാഥ്. പൂർത്തിയാകുന്നത് പിന്നീടാണ്, ക്രൂശ് മരണത്തിലാണ് പൂർത്തിയാകുന്നത് കുർബാന. ഇപ്പോൾ കുർബാന സ്ഥാപിച്ചിരിക്കുകയാണ് യേശു. ഹല്ലേലൂയ. അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. ഇവിടെ യേശുനാഥൻ അപ്പക്കഷ്ണം മുക്കി കൊടുക്കുന്നു. ആർക്കാ കൊടുക്കുന്നത്? യുദാസിന് കൊടുക്കുകയാണ്. ഒരു അപ്പക്കഷ്ണം എടുത്തിട്ട് മുക്കി യുദാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അപ്പോൾ യുദാസിനേക്ക് കൊടുത്തപ്പോഴത്തേനും യുദാസിൻ്റെ മുഖം മാറിക്കാണുന്നു. ഞാനാണോ ഗുരു എന്ന് ചോദിച്ചത് ഇന്നലെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ അപ്പക്കഷ്ണം മുക്കി ശീമോൻ
യൂദാസിന്റെ മകന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അല്ല, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം കുർബാന വെറുപ്പോളം ദേഷ്യോടൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. ആ ദേവാലയം വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സാത്താൻ കയറി പിടിക്കും. പിന്നെ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. 2 മാസം 3 മാസം കുമ്പസാരിക്കാതെ ഇരുന്ന യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പാവമില്ലെന്നാണോ നിങ്ങൾ പറയണത്? പാപത്തിൻ്റെ കൂമ്പാരം ഉണ്ടാവും. നോട്ടത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ, മദ്യം കുടിക്കുന്നതിലൂടെ ഒക്കെ പാപം യേശുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നു. ഇത് പറയുന്നുണ്ടോ? അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇത് നമ്മളോടും പറയുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ യേശുവിൻ്റെ ശരീരം രക്തവും പാപത്തോടെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക, ഒട്ടും സമയം പാഴാക്കണ്ട. എന്നാൽ ഭക്ഷണത്തിൽ ഇരുന്നവർ ആരും അവൻ ഇത് എന്തിന് എന്ന് അറിഞ്ഞില്ല. കാരണം പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നു. കണ്ടാ, ഞാൻ പറഞ്ഞിരുന്നു, 12 ശിഷ്യന്മാരുടെയും പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് കേട്ടോ, 29-ാം വാക്യത്തിൽ പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നു. അതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക, എന്ന് ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നായിരിക്കും യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് അതൊന്നുമല്ല, നീ പോയി ചെയ്യാൻ പോണത് വേഗം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, പണസഞ്ചി അവൻ്റെ കയ്യിലല്ലേ, അപ്പം എന്തെങ്കിലും പെരുന്നാളിന് മേടിക്കാനായിരിക്കും പറഞ്ഞു വിട്ടത്. അല്ല, നീ ചെയ്യാൻ പോണത് വേഗം പോയി ചെയ്യുക. എന്നെ നീ വെട്ടിക്കൊടുക്കാൻ പോകണില്ല 30 വെള്ളിക്കാശിന് വേണ്ടി, അത് നീ വേഗം പോയി ചെയ്യാനാണ് കർത്താവ് പറയണത്. പക്ഷേ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തന്നെ അവൻ പുറത്തു പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യേശുവിൻ്റെ സമയം അടുത്തു കഴിഞ്ഞു. ആ സമയം രാത്രിയായിരുന്നു. അവൻ സ്വീകരിച്ച് പുറത്തു പോകണം, സാത്താൻ കയറി പിടിച്ചു. അപ്പോൾ രാത്രിയായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്ത ഭാഗം നാളെയായിരിക്കും നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവം ധ്യാനിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.